ഹലോ സുഹൃത്തുക്കളെ, എസ് പ്രോപ്പർട്ടി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ വീഡിയോ കാണുന്നവർക്ക് ഉപകാരമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഈ കാണുന്ന വീഡിയോ. ഇത് 4 ഏക്കർ 30 സെൻറ്റ് 4.5 ഏക്കർ ഹൈവേ ഫ്രണ്ടേജായി കിടക്കുന്ന ഈ സ്ഥലം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉടനെ ബന്ധപ്പെട്ടോളൂ. ബാക്കിയുള്ള ഡീറ്റെയിൽ ഞാൻ പറയാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇത്രയും എന്ന് വെച്ചാൽ 200 മീറ്ററോളം റോഡ് ഫ്രണ്ടേജായി കിടക്കുന്ന ആലത്തൂർ പാലക്കാട് മെയിൻ റൂട്ടിൽ വില തുച്ഛമായി കൊടുത്താൽ കിട്ടുന്ന ഈ സ്ഥലം സ്വന്തമാക്കണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേട്ടോളൂ. 4 അതിരുകളും ഫുൾ കോമ്പൗണ്ടോടു കൂടിയ ഈ സ്ഥലമാണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കുന്നത്. ഇത് എന്ത് യൂസിനും നിങ്ങൾക്ക് ഉപകാരമായിരിക്കും. ഹൈവേയിൽ നിന്നും ഏകദേശം നല്ല ഹൈറ്റിലാണ് കിടക്കുന്നത്. ഇതിൽ പാറയുണ്ട്. ഫുള്ളായിട്ടും മണ്ണാണ്. ഹൈവേയിലേക്ക് മണ്ണെടുക്കാനോ പാറ പൊട്ടിച്ചു കൊടുക്കാനോ ആഗ്രഹിക്കുന്നവർക്ക് എടുത്താൽ. ഇനി 6 ലൈൻ പാലക്കാട് ടു വടക്കഞ്ചേരി 6 ലൈൻ വരാൻ പോവുകയാണ്. അവർ ഹൈവേക്കാർ നോക്കിയിട്ടുണ്ട്. പാർട്ടിയെ കിട്ടാതെയാണ് ഇരിക്കുന്നത്. ഈ സ്ഥലം വിദേശത്താണ് ഇതിൻ്റെ ഒറിജിനൽ ഓണർ. അദ്ദേഹം ഇപ്പോൾ നാട്ടിലെത്തിയിട്ടുണ്ട്. നമ്മളെ വിൽക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇത് ആരുടെയാണെന്ന് സ്ഥലം കുറേ ആൾക്കാർക്ക് അറിയാതെ വർഷങ്ങളോളം കിടന്നുകൊണ്ടിരുന്നതാണ്. 6 ലൈൻ്റെ അളവ് കഴിഞ്ഞ് നമ്മൾക്ക് 4 ഏക്കർ 30 സെൻറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. വളരെ തുച്ഛമായ വിലയാണ് പറയുന്നത് പാർട്ടി. വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയും ഇത്രയും മീറ്റർ ആ ബൈക്ക് നിൽക്കുന്ന അവിടെ നിന്ന് നമ്മൾക്ക് ബാക്കിൽ നിന്ന് കയറി വന്ന് ഇത്രയും എന്ന് വെച്ചാൽ 200 മീറ്ററോളം റോഡ് ഫ്രണ്ടേജായി കിടക്കുന്ന ഈ സ്ഥലം എന്തൊക്കെ യൂസിനാണെങ്കിൽ പറ്റും എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ പറ്റും, കല്യാണ മണ്ഡപം പറ്റും, അല്ലെങ്കിൽ തിയേറ്ററിനാണെങ്കിൽ പറ്റും, അല്ലെങ്കിൽ സ്റ്റോർ റൂമുകൾ, കാർ സ്റ്റോർ റൂമുകൾ എന്ന് വെച്ചാൽ പാലക്കാട് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വടക്കഞ്ചേരി വരെ മാരുതി സ്റ്റോർ റൂമില്ല, ടൊയോട്ട സ്റ്റോർ റൂമുകളില്ല. അങ്ങനെ ഈ സ്റ്റോർ റൂമുകളുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും നമ്മുടെ ഈ വീഡിയോ കാണുകയാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിരിക്കെങ്കിലും ഇങ്ങനെ ചോദിക്കുന്നവർക്കോ ഫോർവേഡ് ചെയ്ത് കൊടുത്തോളൂ. കാരണം ഇത്രയും ലെങ്ത്ത് റോഡ് ഫ്രണ്ടേജായി കിടക്കുന്ന സ്ഥലം പാലക്കാട് തൃശ്ശൂർ റൂട്ടിൽ കിട്ടാൻ സാധ്യതയില്ല. അതും വളരെ വിലക്കുറവിലാണ് കൊടുക്കാൻ വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ മണ്ണും പാറയും വിറ്റാൽ തന്നെ ഈ സ്ഥലത്തിൻ്റെ മുതൽ വന്നിരിക്കും 100% ഉറപ്പായി വരുത്തിയത് നമ്മൾ ഷൂട്ട് ചെയ്യാൻ കയറിയപ്പോൾ തന്നെ വ്യക്തമായതാണ്. നമ്മൾ കുറേ പാർട്ടികളോട് ചോദിച്ചു ഇപ്പോഴത്തെ പാറ വിലയ്ക്ക്. ഇതിപ്പോഴത്തെ ടെക്നോളജിയിൽ പാറ പൊട്ടിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഫയർ ചെയ്യാണ്ട് തന്നെ എന്തോ കെമിക്കൽ ഒഴിച്ച് ഹോളിട്ട് കെമിക്കൽ ഒഴിച്ച് പിറ്റേ ദിവസം വന്നു കഴിഞ്ഞാൽ അത് വിണ്ട് കിടക്കും. JCB ഒക്കെ ഇറ്റാച്ച് കൊണ്ട് വലിച്ചാൽ പാറ പൊട്ടി വരുന്ന ആ ടൈപ്പ് നമ്മൾക്ക് പൊട്ടിച്ച് കഴിഞ്ഞാൽ കല്ലെടുക്കാൻ കോറികൾ ഇഷ്ടം പോലെയുണ്ട്. ബാക്കിയുള്ള ഭാഗങ്ങളിൽ മണ്ണ് ഹൈവേ പണി ഇപ്പോൾ 6 ലൈൻ പണി ചെയ്ത് വരുന്നുണ്ട്. ഹൈവേക്കാർക്ക് മണ്ണെടുത്ത് കഴിഞ്ഞാൽ തന്നെ ഒരുപാട് കാശുകൾ കിട്ടാനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ ടൈപ്പ് ടെക്നോളജിയിൽ കുതിരാൻ തുരത്തിയതുപോലെ തുരത്തി എടുക്കാനുള്ള ആൾക്കാർ നിറയെ പേരുണ്ട്. പിന്നെ ബാക്കിയുള്ള പോർഷൻ മണ്ണെടുക്കുകയാണെങ്കിൽ മണ്ണെടുക്കാനും ഹൈവേക്കാർ റെഡിയാണ്. അപ്പോൾ നിങ്ങൾ ഈ വന്ന് വീഡിയോ കാണുന്ന സ്ഥലമാണോ എന്ന് വ്യക്തമാക്കി നിങ്ങൾക്ക് ഇത് ഗോഡൗണിനോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിനോ അല്ലെങ്കിൽ തിയേറ്ററിനോ അല്ലെങ്കിൽ കല്യാണ മണ്ഡപത്തിനോ അല്ലെങ്കിൽ സ്റ്റോർ റൂമുകൾക്ക് ബന്ധപ്പെട്ടിട്ടുള്ള ഹൈവേ ഫ്രണ്ടേജായി ഇത്രയും 150 കൂടുതൽ 200 മീറ്ററിൽ താഴെ ഫ്രണ്ടേജായി കിടക്കുന്ന ഈ സ്ഥലം സ്വന്തമാക്കണമെങ്കിൽ നമ്മൾക്ക് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് പാർട്ടിയായിട്ട് നേരിട്ട് ലിങ്കാണ്, നേരിട്ട് പാർട്ടിയായിട്ട് ഇരുന്ന് സംസാരിച്ച് നമ്മുടെ വിലയ്ക്ക് കിട്ടുമെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ എടുത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ വളരെ ഉത്തമമായിരിക്കും. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് ടു തൃശ്ശൂർ റൂട്ടിൽ ഇത്രയും റോഡ് ഫ്രണ്ടേജായി ഇത്രയും ചെറിയ വിലയ്ക്ക് കിട്ടാനുള്ള സ്ഥലമാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്തു കാണുക സുഹൃത്തുക്കളെ. ഒരുപാട് ആൾക്കാർ നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കും. റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ചാനലാണ് ഇത്. റിയൽ എസ്റ്റേറ്റ് അല്ലാതെ ഇതിൽ വേറെ ഒന്നും പോസ്റ്റ് ചെയ്യാറില്ല. ഇത് ആലത്തൂർ ബേസ് ചെയ്തിട്ടുള്ള സ്ഥലമാണ്. ആലത്തൂർ പാലക്കാട് റൂട്ടിൽ ശരിക്കും പറയുകയാണെങ്കിൽ എരുമൂര് തോട്ടുപാലം എന്ന് പറയുന്ന ലൊക്കേഷനാണ്. ഇതാണ് നിരന്ന് കിടക്കുന്നത് ഈ ഭാഗം. ഇത്രയും നിരന്ന് പ്ലെയിൻ. ഇവിടെ ഫുട്ബോൾ കളിക്കുന്ന കുട്ടികൾ വെക്കേഷൻ സമയത്ത് ഫുട്ബോൾ കളിക്കുന്ന ഗ്രൗണ്ട് പോലെ ആക്കി കിടക്കുന്നുണ്ട്. അങ്ങേ വശം ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ആ ഭാഗമെല്ലാം ഫുള്ള്
മണ്ണ് കിടക്കുന്നത്. ഈ താഴത്തുനിന്ന് പൊട്ടിച്ച് വരുമ്പോൾ മേലെ നിന്ന് കിട്ടുന്ന മണ്ണ് ഫുള്ള് ഹൈവേക്ക് എടുക്കാം. ബാക്കിയുള്ള പാറകൾ ഹൈവേക്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഏകദേശം സ്ഥലത്തിൻ്റെ പകുതി വില മണ്ണും കല്ലുമായി കിട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് എന്നിൽ കൂടുതൽ അറിയുന്ന പാർട്ടികൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നവർ ഉണ്ടെങ്കിൽ ഇത് ഞാൻ പറയുന്നത് സത്യമാണോ എന്ന് വെറുതെ ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് വ്യക്തമാകും. ഇത്രയും കല്ലും മണ്ണും നമ്മൾക്ക് വിറ്റ് കഴിഞ്ഞാൽ എത്ര കിട്ടും. ഈ സ്ഥലത്തിൻ്റെ പാതി വില കിട്ടുകയാണെങ്കിൽ ബാക്കിയുള്ള പാതി വിലയ്ക്കാണ് നമ്മൾക്ക് ഈ പ്ലെയിൻ ലാൻഡായി കിടക്കുന്ന ഈ സ്ഥലം സ്വന്തമാക്കാൻ കഴിയുന്നത്. സുഹൃത്തുക്കളെ, ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെയാണ് അവിടെ നിന്ന് വരുന്നത്. ആലത്തൂരിൽ നിന്ന് റോഡ് കാണുന്നത്. ആലത്തൂരിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ പാലക്കാട് റൂട്ടാണ്. ഇത് ഇത്രയും റോഡ് ഫ്രണ്ടേജായി കിടക്കുന്ന, തൃശ്ശൂർ വിട്ടാൽ പാലക്കാട് വരയ്ക്കും ഇത്രയും റോഡ് ഫ്രണ്ടേജായി കിട്ടുന്ന ഇതേപോലത്തെ ഒരു സ്ഥലം നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഉണ്ടാകും. ഫ്രണ്ടേജ് വളരെ കമ്മിയായി 10 ഏക്കറയും 8 ഏക്കറയും 5 ഏക്കറയും കിടക്കാറുണ്ട്. ഫ്രണ്ടേജ് വളരെ കമ്മിയാണ്. എന്നാൽ ഇത് 200 മീറ്ററോളം ഫ്രണ്ടേജായി കിടക്കുന്ന ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കണമെങ്കിൽ ഉടനെ നിങ്ങൾ ബന്ധപ്പെട്ടോളൂ. മെസ്സേജിലോ സ്ക്രീനിൽ തന്നെ ഞാൻ നമ്പറും വാട്സാപ്പ് നമ്പർ 2 ഉണ്ട്, 2 കൊടുക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഗോഡൗൺ പർപ്പസിനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മണ്ഡപത്തിനോ അല്ലെങ്കിൽ സ്റ്റോർ റൂമിനാണെങ്കിൽ വളരെ ഉത്തമമായിരിക്കും. ഹൈവേയിൽ നിന്ന് കയറാൻ വളരെ സാധ്യതയുള്ള, അല്ലെങ്കിൽ ഹോസ്പിറ്റലിലാണെങ്കിലും ക്ലിനിക്കിനാണെങ്കിലും നന്നായിരിക്കും. അല്ലെങ്കിൽ ഇനി 1, 2, 3 ഹോട്ടൽ വെജ് നോണും എല്ലാം കൂടി ചേർത്തി കൊടുക്കുകയാണെങ്കിൽ ഹൈവേയിൽ നിന്ന് കയറാനും ഹൈവേയിലേക്ക് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. ഇനി 6 ലൈൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈവേയിലെല്ലാം വിട്ടുപോകും. നമ്മൾക്ക് 6 ലൈൻ വന്നു കഴിഞ്ഞാലും നമ്മൾക്ക് ഒന്നും ബാധിക്കില്ല. 6 ലൈൻ വിട്ടിട്ടാണ് നമ്മുടെ പാർട്ടി നമ്മൾക്ക് അളന്ന് തരുന്നത്. ഹൈവേ വിട്ടിട്ട് എത്ര ദൂരം അളവ് പോയ അതിന് ശേഷമാണ് ഈ ബോർഡറിൻ്റെ അങ്ങേ വലതുവശത്ത് കാണുന്ന ഈ ചെറിയ കുറ്റി കാണുന്നതിൻ്റെ അങ്ങേ വശം പാറമടയായി കിടക്കുന്ന ഈ സ്ഥലം വേറെ പോർഷനാണ്. ഇതിൻ്റെ മേൽഭാഗമാണ് നമ്മൾക്ക് കിട്ടാനുള്ളത്. ഈ ഭാഗമെല്ലാം നമ്മൾക്ക് കവർ ചെയ്യാം. ഇനി താഴ്ഭാഗത്ത് ഒരു 2.something ഏക്കറുണ്ട്. ആ പാറമടയായി കിടക്കുന്ന അതും കൂടി വേണമെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവരോടും നമ്മൾ സംസാരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി മേടിക്കുകയാണെങ്കിൽ 4, 2, 6, 6, 7 ഏക്കറോളം ഈ റോഡ് ഫ്രണ്ടേജായി കിട്ടുകയാണെങ്കിൽ 300 മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് കിട്ടുന്ന ഈ സ്ഥലം സ്വന്തമാക്കുകയാണെങ്കിൽ സെൻറ്റിന് വെറും 2 ലക്ഷം രൂപയാണ് പാർട്ടി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വിദേശത്ത് നിന്ന് തീർച്ചയായിട്ടും വന്നതിൻ്റെ ഒരു മാസക്കാലത്തോളം ഇവിടെ ഉണ്ട്. എല്ലാ പേപ്പറും പക്കയാണ്. പേപ്പർ വന്ന് ചെക്ക് ചെയ്ത് നിങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾക്ക് ഇത് സ്ഥലമായി ബന്ധപ്പെട്ടാൽ മതി. ഈ പറഞ്ഞ ഞാൻ മേലെ ടോപ്പിൽ പ്ലെയിനായി കിടക്കുന്നതാണ് കണ്ടത്, നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടത്. ഈ ടോപ്പിൽ പ്ലെയിൻ ലാൻഡും ബാക്കിയുള്ള ഈ ഹൈവേ ഫ്രണ്ടേജായി കിടക്കുന്നത് പാറയായി കിടക്കുന്ന ആ ഭാഗം പൊട്ടിച്ചു വന്നപ്പോൾ മേലെ വരുമ്പോൾ ഫുള്ള് മണ്ണാണ്. ഈ മണ്ണ് വിറ്റ് കഴിഞ്ഞാലും അതേപോലെ ഈ പാറ വിറ്റ് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വീണ്ടും പറയുകയാണ് നമ്മുടെ പാതി കാശ് മുതലായി. ഈ സുഹൃത്തുക്കളെ, ഇതാ ഇവിടെ പ്ലെയിൻ ഫുട്ബോൾ ഗ്രൗണ്ടാണ് ശരിക്കും പറയുന്നത്. അത്രയും ഗ്രൗണ്ട് ഈ 4 ഏക്കറിൽ ഗ്രൗണ്ട് പോലെയാണ് കിടക്കുന്നത്. താഴെ പാറ എന്ന് പറയാൻ മാത്രമേ ഉള്ളൂ, മേലെ ഫുള്ള് മണ്ണാണ്. ഇവിടെ എന്ത് വേണമെങ്കിലും വെച്ചിട്ടുണ്ടാക്കാം. ഇപ്രാവശ്യം തേക്ക് മരങ്ങൾ ഫുള്ള് പ്ലാന്റ് ചെയ്തത് ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ പോണതിൻ്റെ ജസ്റ്റ് ഒരാഴ്ച മുമ്പാണ് ഫുള്ള് മരങ്ങൾ മുറിച്ചു മാറ്റിയത്. അപ്പോഴാണ് നമ്മൾക്ക് ഇത്രയും ക്ലീനായി. ഇത് കുട്ടികളവിടെ വോളിബോളും ഫുട്ബോളും കളിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രൗണ്ടായിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്കപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും വിചാരിക്കുന്നു. നമ്മുടെ ബോർഡറിൻ്റെ ചുറ്റുഭാഗവും എല്ലാ വശവും വീടാണ്. ഒരു സൈഡ് മാത്രമാണ് ഹൈവേ ഫ്രണ്ടേജായി കിടക്കുന്നത്. അത് ഏകദേശം 150 മീറ്റർ. മറ്റേത് 2 ഏക്കറയും കൂടി എടുക്കുകയാണെങ്കിൽ 300 മീറ്ററോളം റോഡ് ഫ്രണ്ടേജായി കിടക്കുന്ന ഈ മനോഹരമായ ഈ സ്ഥലം നിങ്ങൾക്ക് സ്വന്തമാക്കണമെങ്കിൽ ഇപ്പോഴത്തെ മാർക്കറ്റ് ശരിക്കും പറയുകയാണെങ്കിൽ 10 സെൻറ്റും 20 സെൻറ്റും 4.5 ലക്ഷം രൂപ നോർമൽ മാർക്കറ്റുള്ള ഏരിയയിലാണ് ഈ 2 ലക്ഷം രൂപയ്ക്ക് തരാം എന്ന് പറയുന്നത്. പാർട്ടി അതും നെഗോഷ്യബിൾ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. 100% ഉറപ്പാക്കിയതിന് ശേഷം സ്ഥലം വന്ന് കണ്ടതിന് ശേഷം നമുക്ക് പാർട്ടിയുമായി ഇരുന്നാൽ മതി. സ്ഥലം വന്ന് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പർപ്പസിന് യൂസ്ഡ് ആണെങ്കിൽ മാത്രം നമ്മൾക്ക് പാർട്ടിയായിട്ട് പോയാൽ മതി. പാർട്ടിയെ വിളിച്ച് ഒരു ദിവസം മുമ്പ് തന്നെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെവിടെയും പോകില്ല. അപ്പോൾ നമ്മൾക്ക് നേരിട്ട് പാർട്ടിയുമായി ബന്ധപ്പെടാം. ഇത്രയും ഹൈറ്റാണ് നമ്മൾക്കിതിപ്പോൾ ഹൈവേൻ്റെ ഞാൻ ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും ടോപ്പിൽ നിന്ന് ഹൈവേക്ക് റോഡ് ഫ്രണ്ടേജ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ടോപ്പിൽ നിന്ന് നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിക്കുന്നത്. സുഹൃത്തുക്കളെ, ആ ഭാഗത്തുനിന്ന് വരുന്നതാണ് നേരെ ആലത്തൂരിൽ നിന്ന് വരുന്നത്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആലത്തൂർക്ക് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ ലോറി നിൽക്കുന്ന അവിടെ നിന്ന് ഇടതുവശത്തേക്ക് ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് പാലക്കാട് 15 കിലോമീറ്റർ. ഈ 15 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ നല്ലൊരു മണ്ഡപവുമില്ല, നല്ലൊരു തിയേറ്ററില്ല, നല്ലൊരു സ്റ്റോർ റൂമില്ല. ഏത് വണ്ടിൻ്റെയും സ്റ്റോർ റൂം ഹൈവേ ഓരത്ത് പാലക്കാട് വിട്ട് കഴിഞ്ഞാൽ
വേറെ ഇല്ല, വടക്കഞ്ചേരിക്ക് അപ്പുറമാണ് പിന്നെ ഉള്ളത്. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും, ഇത്രയും മനോഹരമായിട്ടുള്ള ഈ സ്ഥലം സ്വന്തമാക്കണം എന്ന് താല്പര്യമുള്ളവർ ഈ ചെറിയ വിലയ്ക്ക്, എന്ന് വെച്ചാൽ ഹൈവേയിൽ 2 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് സ്ഥലം കിട്ടാനുണ്ട് എന്ന് നിങ്ങൾ അവിടെ നിന്ന് തൃശ്ശൂർ തൊട്ട് പാലക്കാട് വരെയും അന്വേഷിച്ച് നോക്കിക്കോളൂ. അതിലേറ്റവും വില കുറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമായിരിക്കും ഈ 2 ലക്ഷം എന്ന് പറയുന്നത്. ഇതും നെഗോഷ്യബിൾ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ പാർട്ടി. അത്രയും ഗ്യാരണ്ടി ആയിട്ട് നമ്മൾ പറയുന്നു. പാർട്ടിയായിട്ട് നമ്മൾക്ക് ഡയറക്റ്റ് കണക്ഷനാണ്. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നേരെ പാർട്ടിയെ കൊണ്ട് ഇരുത്തി നിങ്ങൾക്ക് വില സംസാരിച്ച് നിങ്ങളുടെ വില കൊണ്ട് നമ്മളിവിടെ നിന്ന് ആദ്യം തന്നെ ഫിൽട്ടർ ചെയ്ത് നമ്മൾ രണ്ടുപേരും എടുക്കുന്ന പാർട്ടിയും നമ്മളുമായി സംസാരിച്ച് ഓക്കെ ആണെങ്കിൽ പാർട്ടിയോട് കൊണ്ടുപോകുന്നു. പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മളെ പെശകാനില്ല. പാർട്ടി നമ്മൾ പറഞ്ഞത് കറക്റ്റായിട്ട് നമ്മൾക്ക് തരാനുള്ള സാധ്യതയുണ്ട്. വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഇപ്പോൾ റൂട്ടുകൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട്. വീഡിയോ ഇത്രയും നേരം ക്ഷമയോടെ കണ്ടതിന് നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ